ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയാണ് സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് അനിയൻ്റെ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ തന്നെയാണ്, എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത അമ്പലത്തിലാണ് കേട്ടോ. മേലാറ്റൂരാണ് എൻ്റെ വീട്. അവിടെ ശ്രീ കൈപ്പുള്ളി വിഷ്ണുവേട്ടേക്കരൻ ക്ഷേത്രത്തിലാണ് ചോറ് കൊടുക്കാൻ വന്നിട്ടുള്ളത്. 2 കുളമാണ് കേട്ടോ ഈ അമ്പലത്തിനുള്ളത്. അതിൽ ഇതും അത്യാവശ്യം വലുത് തന്നെയാണ്. വേറെ ഒരു കുളം കൂടി ഉണ്ട്. ഇത് നമ്പൂതിരിമാരൊക്കെ കുളിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ്. മറ്റേത് പൊതുകുളമാണ് കേട്ടോ. അപ്പം നമ്പൂരി വരുന്ന പുള്ളിയിലൊരു പൂജയിലാണ്. അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അമ്പലം. മുഴുവനായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അമ്പലത്തിൽ, എന്നാലും എല്ലാ ഭാഗങ്ങളും കുറച്ചായിട്ട് ഞാനൊക്കെ അതിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ വലിയൊരു ഉത്സവമൊക്കെ നടക്കാറുണ്ട് കേട്ടോ. പന്തീരായിരം എന്ന് പറയും. കളമ്പാട്ട് മഹോത്സവം കേട്ടോ. വേട്ടയ്ക്കരന് കളമ്പാട്ട് മഹോത്സവമൊക്കെ നടക്കാറുണ്ട് ഇവിടെ. അത് ഏപ്രിൽ മാസത്തിലാണ് വരാറ് കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. കുറച്ച് പോന്നാൽ മതി, അധികം ദൂരമൊന്നുമില്ല. പിന്നെ അനിയത്തിയുടെ കുട്ടിയാണ് ഈ നടന്നു വരുന്നത്. എല്ലാവരും ഉണ്ട് വീട്ടിൽ. ഞങ്ങൾ വെക്കേഷനൊക്കെ ആവുകൊണ്ട് അനിയത്തിമാരും അനിയനും ഒക്കെ അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതാണ്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ നിന്നപ്പോൾ ഈ ഒരു അമ്പലത്തിലും കൂടി അവർക്ക് ചോറ് കൊടുക്കാനുണ്ടായിരുന്നു. 1-2 അമ്പലത്തിലൊക്കെ ചോറൂണ് കഴിഞ്ഞതാണ്. ഇത് ലാസ്റ്റ് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടി വന്നു നമ്പൂതിരിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാണ് അനിയത്തി കേട്ടോ. 2ാമത്തെ അനിയത്തിയാണത്. മറ്റേത് അനിയൻ്റെ ഭാര്യയാണ് പട്ടോട ഇട്ടിട്ടുള്ളത്. പിന്നെ അനിയനും കുട്ടിയും അമ്മയും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പിന്നെ അച്ഛനൊന്നും പോന്നിട്ടില്ല, അച്ഛനൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇതാണ് കണ്ണൻ, ചോറുണ്ണാൻ പോണ ആളാണ് കേട്ടോ. അത് ശിവേദ് എന്നാണ് ആളുടെ പേര്. ഇത് എൻ്റെ സുന്ദരിയാണ് കേട്ടോ, മണിക്കുട്ടി. ദർശന എന്നാണ് അവളുടെ പേര്. മണിക്കുട്ടി വിളിക്കും ഞാനൊക്കെ. പിന്നെ നമ്പൂരി വന്നു. എല്ലാം പപ്പടവും പുളിയും ഉപ്പും ചോറും എല്ലാം കൊടുന്ന് ഇങ്ങനെ വെക്കാൻ കേട്ടോ ഇലയിൽ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്പൂരി ഉള്ളിൽ പൂജയാവുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്പൂരി വന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചു. ചോറ് കൊടുക്കാൻ അവനിരുന്നു. അവളും കൂടെ പോയിട്ട് ഇരുന്നിട്ടുണ്ട്. കുറുമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ എല്ലാത്തിനും അടങ്ങി നിന്ന് ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം അങ്ങനെ ഞങ്ങളൊക്കെ അവന് ലേശം ചോറൊക്കെ വായിൽ വാരി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തൊണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ കഴിച്ചിട്ടുണ്ട്. ആർക്ക് കുഴപ്പമൊന്നുമില്ല, കരച്ചിലൊന്നുമില്ല. ചോറൂണൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ ക്ലീൻ ചെയ്ത് തൊഴാൻ വേണ്ടി നോക്കുകയാണ്. അതൊക്കെ മാറ്റി കൊടുത്തിട്ട് കുട്ടീനെയും കഴിച്ചിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിൽ കൊണ്ടുപോയി ഉള്ളിൽ കയറിയിട്ട് അവനെ തൊഴിച്ചിറക്കാൻ കേട്ടോ. അങ്ങനെ തൊഴലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. കുട്ടികളൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചന്ദനമൊക്കെ തൊട്ടു. പായസം ഉണ്ടായിരുന്നു, പാൽപ്പായസം ഉണ്ടായിരുന്നു. ചോറുണ്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. ചില ഭാഗങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതൊക്കെ ഞാനതിൽ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ കുറേ നേരമായി പോകാൻ വേണ്ടി ഇങ്ങനെ കച്ചറ ഉണ്ടാക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു പഴം എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വായിൽ നിറച്ചായിട്ട് ഞാൻ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയൊന്നുമില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല ആൾക്ക്, വായിൽ പഴം കുത്തി നിറച്ചിട്ട്. അനിയൻ വേഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ആക്കം പോലെ വരാമെന്നും പറഞ്ഞാണ്ട്. അനിയത്തി ഗർഭിണിയാണ്. അപ്പോൾ ആക്കം പോലെ നടന്ന് മെല്ലെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഓന് വേഗം പോയിട്ടുണ്ട് വീട്ടിലേക്ക്. ഞങ്ങളങ്ങനെ ആക്കം പോലെ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മയും അവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. കുട്ടി മുന്നിൽ ഇങ്ങനെ ഓടിയപ്പോൾ അവൻ്റെ പിന്നാലെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അവനിങ്ങനെ മുന്നിൽ നടക്കണം. അവനെ പിടിക്കാൻ നോക്കിയാലൊന്നും വരുമൊന്നുമില്ല. ഞാൻ കുറേ നോക്കി എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അവൻ വരുന്നേ ഇല്ല. എൻ്റെ ബാക്കിൽ ഇങ്ങനെ വരികയാണ് ഞാൻ എടുക്കാൻ ചെല്ലുമ്പോൾ. അപ്പോഴേക്കും അമ്മ പായസമൊക്കെ വാങ്ങി ഇപ്പുറത്തെ സൈഡിൽ നടന്നു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവന് ഓടിക്കളിച്ചിങ്ങനെ നിൽക്കണം. അപ്പം എല്ലാ അപ്പുറത്ത് കൂടെ പോവല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് 2 സൈഡുണ്ട്, ഇതിലൂടെ പോകണ്ടെന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏരിയ കേട്ടോ, വരുന്ന ഭാഗം. ഇവിടെയാണ് ഞാനൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് പൊതുകുളമാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുളമാണ് കേട്ടോ. മറ്റേത് നമ്പൂതിരിമാർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു കുളമാണ്, ഞാൻ ആദ്യം കാണിച്ച കുളം കേട്ടോ. പിന്നെ അങ്ങനെ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടുന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവും. വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, സ്കൂൾ തുറക്കാനായി.
ഞാൻ മിക്കവാറും വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ഇവിടെ അമ്പലത്തിൽ വരാറുണ്ട്, വന്ന് തൊഴുത് പോകാറുണ്ട് കേട്ടോ. അത്ര അധികം ദൂരമൊന്നും ഇല്ലാത്തതാവുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനൊക്കെ സൗകര്യമുള്ള ഒരു അമ്പലം തന്നെയാണ്. പിന്നെ ഒരു വിധത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ടാണ് ഞാൻ ഓനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നടന്നിട്ട് എത്തണില്ല. അവരൊക്കെ പോയി, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അനിയത്തി മാത്രമേ ഉണ്ട്. ഞങ്ങൾ ബാക്കിലാണ്, നടന്നെത്താത്തതുകൊണ്ട്. പിന്നെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയൊരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു, ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ആര്യൻ ശേഖർ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അവനിപ്പോൾ 1.5 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു സമാധാനിപ്പിച്ചൊരു തരത്തിൽ കൊണ്ടുപോവാണ്. ചായ തരാം, മിഠായി തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ബായ്.